നമ്മളുടെ ഒരു മോനെ മാത്രങ്ങൾ എടുത്ത് മുന്നിൽ വെക്കുക. നമ്മളുടെ ഒരു മോനെ, ആദ്യത്തെ മോനെ. എന്തൊരു മോനാണവൻ അല്ലേ? പാപ്പാക്ക് വേണ്ടി നേരെപോലെ ജീവിക്കുന്ന മകൻ, പാപ്പാനോട് മറന്നു പോകുന്നത് എടുത്തു തരുന്ന മകൻ, പാപ്പ വീഴുമ്പോ കൈപിടിക്കുന്ന മകൻ അല്ലേ? പാപ്പാന്റെ തെറിച്ചുപോയ ചെരുപ്പ് അടുപ്പിച്ചു വെച്ചു തന്നവൻ. ആ മോന് വേണ്ടി തന്നെ പ്രിയപ്പെട്ടവരെ ഒരു ദിവസം മതിയാവില്ല നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ ഇരുന്നാൽ. അവന്റെ രോഗം, അവന്റെ ആരോഗ്യം, അവന്റെ ബുദ്ധി, അവന്റെ ഭാവി, അവന്റെ പ്രായം, അവന്റെ രോഗം, അവന് വരുന്ന ഭാര്യ, അവന്റെ കുടുംബം, അവന്റെ സംവിധാനങ്ങൾ, ഇനിയുള്ള ലോകത്ത് അവർക്കൊക്കെ വരാനിരിക്കുന്ന ആക്രമണങ്ങൾ, അവർക്കൊക്കെ വരാനിരിക്കുന്ന പരീക്ഷണങ്ങൾ, എന്തെല്ലാം പ്രാർത്ഥിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരു മോനെ വെച്ചാൽ തന്നെ ഒരു ദിവസം മതിയാവില്ല ഒരു പിതാവിന്. ഓർമ്മകളുടെ ശിരകളിൽ നിന്ന് വരുന്ന ഓരോ ആവശ്യങ്ങളും ഉന്നയിക്കാൻ നിന്നാൽ ഈ 10 ദിവസം നമുക്ക് മതിയാവില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് ഇരിക്കുക, എന്നിട്ട് ഓരോ മോനെടുക്കുക, ഭാര്യ എടുക്കുക. എത്ര പ്രാർത്ഥിക്കാനുണ്ടാവും പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രിയപ്പെട്ട ഇണക്ക് വേണ്ടിയിട്ട്. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഭാര്യമാരെ, സഹോദരിമാരെ, നിങ്ങൾ ഇരുന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഈ ചുട്ടുകൊള്ളുന്ന ഈ നാട്ടിൽ പോലും പുറത്തിറങ്ങി ഭക്ഷണത്തിനു വേണ്ടി അധ്വാനിക്കുന്ന ഭർത്താക്കന്മാർക്ക് വേണ്ടി എന്തൊക്കെ പ്രാർത്ഥിക്കാനുണ്ടാവും നമുക്ക്. ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇരിക്കുക പ്രിയപ്പെട്ടവരെ, ഇരുന്നിട്ട് പ്രാർത്ഥിക്കുക. ആരൊക്കെ നമുക്ക് പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട്, മരിച്ചുപോയവരുണ്ട്, ജീവനോടെ ഇരിക്കുന്നവരുണ്ട്, രോഗിയായി കിടക്കുന്നവരുണ്ട്, ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, അതുപോലെ നമ്മുടെ ഓരോ മക്കളും മരണപ്പെട്ടു പോയ മക്കളുണ്ട് അല്ലേ? മരണാശയ്യയിൽ കിടക്കുന്ന മക്കളുണ്ട്, അതുപോലെ കൂട്ടുകുടുംബക്കാരുണ്ട്, രക്തബന്ധങ്ങളുണ്ട്, സഹോദരി സഹോദരങ്ങളുണ്ട്. ആരൊക്കെയുണ്ട് പ്രിയപ്പെട്ടവരെ? എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. മരണപ്പെട്ടു പോയ, പിരിഞ്ഞുപോയ ആളുകളോട് അന്നുള്ള സ്നേഹം ഇന്ന് നമുക്കില്ല എന്നത് വാസ്തവമാണ്. അന്നുള്ള അടുപ്പം ഇന്ന് നമുക്കില്ല എന്ന വാസ്തവമാണ്. മരണപ്പെട്ടുപോയ ഉമ്മയാണെങ്കിലും ശരി, ഉപ്പയാണെങ്കിലും ശരി, ഉമ്മ പ്രാർത്ഥിച്ചത്ര പ്രാർത്ഥന നമ്മൾ ഉമ്മാക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല അല്ലേ? ഉമ്മാക്ക് വേണ്ടിയിട്ട് അല്ലാഹുവേ എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ. അല്ലാഹുവേ എന്റെ ഉമ്മാന്റെ കൗമാരത്തിൽ, എന്റെ ഉമ്മാന്റെ വിവാഹത്തിന് മുമ്പ്, എന്റെ ഉമ്മാന്റെ വിവാഹത്തിന് ശേഷം, എന്റെ ഉമ്മ വെറും ഒരു സ്ത്രീയായി ജീവിക്കുന്ന കാലത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ അവരിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ മഹതിക്ക് നീ പുറത്തു കൊടുക്കണേ നാദാ എന്ന് കരഞ്ഞു പറയേണ്ടവരാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഉമ്മ സ്വർഗത്തിലെത്തണം, നമ്മുടെ ഉമ്മ സ്വർഗത്തിലെത്തണം. അവർ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് ഇന്നത്തെ ഉമ്മമാര് കഷ്ടപ്പെട്ടതുപോലെയല്ല. ഇന്നത്തെ ഉമ്മമാർക്ക് ആധുനിക സംവിധാനങ്ങൾ ഒരുപാടുള്ളതാണ്. അന്നത്തെ ഉമ്മമാർക്ക് ആധുനികമായ ഒരു സംവിധാനവും ഒരു കുടപോലും ചൂടാൻ കഴിയാത്തവരുണ്ട് മരണപ്പെട്ടു പോയവരിൽ. അതുകൊണ്ട് അത്രയും അധ്വാനിച്ച ഉമ്മമാർക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം പോരാ പ്രിയപ്പെട്ടവരെ, മണിക്കൂറുകളിലിരുന്ന് കരഞ്ഞ് റബ്ബിനോട് പ്രാർത്ഥിച്ച് ഈ റമദാനിന്റെ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ആ ഉമ്മ സ്വർഗത്തിലേക്ക് എത്തുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരണം. അത്രയും എടുക്കാനാണ് നമ്മുടെ പണി. ഓരോ വാപ്പമാരും ഓരോ അധ്വാനങ്ങളാണ്. ഓരോ മക്കൾക്കും വാപ്പമാരെ പറ്റി പലതുണ്ട് പറയാൻ. സ്വന്തം കിഡ്നി പോലും എടുത്തു കൊടുക്കുന്ന മക്കൾക്ക് ആലോചിച്ച് നോക്കി. സ്വന്തം കിഡ്നി പോലും തന്റെ മകൻ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് എടുത്തു കൊടുക്കുന്ന വാപ്പമാർ, എടുത്തു കൊടുക്കുന്ന ഉമ്മമാർ, എടുത്തു കൊടുക്കുന്ന സഹോദരി സഹോദരങ്ങൾ, സ്വന്തമുണ്ടാക്കിയ വീട് എനിക്ക് വേണ്ട അനുജൻ ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് വിട്ടേച്ചു പോകുന്ന ഇക്കാക്കമാർ, എന്നിട്ട് വേറെ വീടെടുത്ത് മാറി താമസിക്കുന്ന ഇക്കാക്കമാർ, പാവപ്പെട്ട പെങ്ങൾക്ക് തറവാട് മാറ്റിക്കൊടുക്കുന്ന ഇക്കാക്കമാർ, ഇത്താത്തമാർ, അവർക്കൊക്കെയും വേണ്ടിയിട്ടാവണം ഈ മാസത്തിൽ വരുന്ന ദിവസങ്ങളിലെ നമ്മുടെ പ്രാർത്ഥനകൾ. എണ്ണിയെടുത്താൽ ഒരുപാടുണ്ട് പ്രിയപ്പെട്ടവരെ. കേവലമായ ശമ്പളത്തിന് വേണ്ടി അധ്വാനിക്കാൻ കടയിൽ ചെന്ന് ജോലി ചെയ്തതിന്റെ പേരിൽ നന്ദിയുള്ള മുതലാളി, ആ മുതലാളിയാണ് എനിക്ക് വേണ്ടി വീട് തന്നത്. ഇല്ല എങ്കിൽ ഞാൻ പുറം നാട്ടിൽ ഭാര്യമാരെ വിട്ട്, മക്കളെ വിട്ട് പുറം നാട്ടിൽ വർഷങ്ങളോളം ജീവിക്കേണ്ടി വരുമായിരുന്നു. ഈ നല്ല മനസ്സുകാരൻ ആ നല്ല മനസ്സ് തന്നതിനാലാണ് ഈ കൊച്ചു പാർപ്പിടത്തിൽ മക്കളോടൊപ്പം ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നത് എന്ന് ഒരാൾക്ക് പറയാനുണ്ടെങ്കിൽ അയാളുടെ പ്രാർത്ഥന ആ മുതലാളിക്കും പോണം, ആ മുതലാളിക്കും പോണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഓരോരുത്തർക്കും തങ്ങളോട് ഉദാരത കാണിച്ചവർ, തങ്ങൾക്ക് നന്മ പറഞ്ഞു തന്നവർ, ചില ആളുകൾക്ക് പറയാനുണ്ടാകും, ആ മനുഷ്യൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയതായിരുന്നു ആ ഹുതുബക്ക്, ഈ മനുഷ്യൻ ഒരു ദിവസം ഒരു സമ്മേളനത്തിൽ കൊണ്ടുപോയതായിരുന്നു, ഈ മനുഷ്യൻ ഒരു വയലിന് കൂട്ടിക്കൊണ്ടുപോയതാ. അന്ന് മുതലാണ് ഞാൻ നന്നായത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ലഭിച്ച ഹിദായത്ത് ചെറുതല്ല. ആ ഹിദായത്തിന് കാരണക്കാരനായ ബാംഗ്ലൂരിലുള്ള, നാട്ടിലുള്ള, വിദേശത്തുള്ള കൂട്ടുകാർ, ആ ഒരു മനുഷ്യൻ ഇടപെട്ടതായിരിക്കും അല്ലാഹു
അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകാനുള്ള ക്രമമായി നിശ്ചയിച്ചത്. ആ കൂട്ടുകാരന് വേണ്ടി ചെറുത് പ്രാർത്ഥിച്ച മതിയോ പ്രിയപ്പെട്ടവരെ? ആ കൂട്ടുകാരന്റെ ആവശ്യങ്ങൾ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നിറവേറ്റപ്പെടണം. അത്രയും നന്ദി അവരോട് നമുക്ക് വേണം. അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലി അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അനുമതി കിട്ടുന്നവരിൽ നമ്മൾ വേണം. ഹൗദുൽ കൗസർ അല്ലാഹുവിന്റെ റസൂൽ മുട്ടിക്കൊടുക്കുമ്പോൾ അത് കിട്ടുന്നവരിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ വരണം. ഖബറിലേക്ക് കൊണ്ടുവന്ന് ആ ഇടുങ്ങിയ ഖബറിൽ നാട്ടുകാരും കുടുംബക്കാരും മൂടി വെച്ച് തിരിച്ചു പോകുമ്പോൾ ഖബർ അവരറിയാതെ വിശാലമാക്കുന്ന ചില സൗഭാഗ്യവാന്മാരുണ്ട്. ഖബറിന്റെ വെളിച്ചവും ഖബറിന്റെ വലുപ്പവും അങ്ങ് കണ്ടെത്താ ദൂരത്തേക്ക് വിശാലമാക്കുന്ന സ്വർഗത്തിന്റെ സാമ്പിളുകൾ പ്രദർശിപ്പിക്കപ്പെടുന്ന ആ സ്വർഗത്തിന്റെ അവകാശികളിൽ നമ്മൾ വരണം. അങ്ങനെ സ്വർഗം ചോദിച്ചും ഭീമത്സകമായ ഭീകാരത്വമുള്ള നരകത്തിൽ നിന്ന് രക്ഷ നേടിയും ഇനിയുള്ള ദിവസങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും സജീവമായ പ്രാർത്ഥനയിൽ വരണം. അതോടൊപ്പം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന കലിമത്തു ഷഹാദയിൽ തുടങ്ങി ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം എന്ന് പറയുന്ന തുലാസിൽ ഏറ്റവും കനം തൂങ്ങുന്ന ദിക്റുകൾ കൊണ്ട് നമ്മുടെ നാവുകളും മനസ്സും നിറയണം പ്രിയപ്പെട്ടവരെ.